readers, welcome back to another episode of Paper Plot. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഗുഡ് റീഡ്സ് 2023 വിന്നേഴ്സ് ആയ ബുക്സ് വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഫിക്ഷൻ വിന്നർ ഓഫ് 2023 വാസ് യെല്ലോ ഫേസ്. ഇതിൽ മെയിൻ ക്യാരക്ടറാണ് അത്തീന ഒരു യങ് ഓതർ ആണ് ആൻഡ് അവളുടെ ഫ്രണ്ടാണ് ജൂൺ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ സാഹചര്യമായി ഫ്രണ്ട്സ് ആയതാണ്. അങ്ങനെ ഒരു രാത്രി അവർ രണ്ടുപേരും ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അത്തീന ചോക്കാവും. പാൻ കേക്ക് കഴിക്കുന്ന സമയത്ത് ചോക്കായിട്ട് അത്തീന മരിക്കും. അപ്പോൾ അത്തീനയുടെ ഒരു കംപ്ലീറ്റഡ് അല്ലാത്തൊരു ഡ്രാഫ്റ്റ് അവിടെ ഉണ്ടാവും. അത് ജൂൺ മോഷ്ടിച്ചിട്ട് അവളുടെ പേരിൽ റിലീസാക്കുകയാണ്. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ ജൂൺ ഒരു സൈക്കോ ആണ്. സൈക്കോ പോലെയുള്ള തോട്ട് പ്രോസസ്സാണ് അവളത്. ഈവന്തോ ലിറ്റററി ഫിക്ഷൻ ആണെങ്കിലും ഒരു ത്രില്ലർ കൈൻഡ് ഓഫ് വൈബ് ഉണ്ടായിരുന്നു. ആൻഡ് ആസ് എ ക്യാരക്ടർ ജൂൺ ആസ് എ ക്യാരക്ടർ വാസ് സോ ഫൺ ടു റീഡ് ബിക്കോസ് ഭയങ്കര നെഗറ്റീവായ കാര്യങ്ങളായിരുന്നു അവളുടെ തലയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എൻഡിങ് ഞാനൊക്കെ വിചാരിച്ചിരുന്ന ഒരു നടുവെത്തപ്പോൾ എങ്ങനെയാണ് ഈ ഓതർ ഇത് എൻഡ് ചെയ്യാൻ പോകുന്നത്. ബട്ട് അങ്ങനെയൊന്നുമില്ല. ഓതർ അത് കംപ്ലീറ്റ്ലി ഓതറിൻ്റെ കൺട്രോളിൽ തന്നെ ആയിരുന്നു. സോ ഇറ്റ് വാസ് റിയലി ഗുഡ് ആൻഡ് ഐ റിയലി ലവ് ആർ.എഫ്. കോംസ് റൈറ്റിംഗ്. അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി എൻജോയബിൾ ആയി തോന്നി. ഒരുപാട് സോഷ്യൽ കമൻട്രീസ് ഉണ്ട്. ലൈക്ക് സോഷ്യലി ഓതേഴ്സ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആസ് എ റീഡർ എനിക്കെപ്പോഴും നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ് എങ്ങനെയാണ് എഴുതുന്നതും പബ്ലിഷിംഗ് ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. സോ അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക്, അതുപോലെ നല്ലൊരു മിസ്റ്ററി പോലത്തെ ഒരു ഫിക്ഷൻ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ബുക്ക് എന്തുകൊണ്ടും ആപ്റ്റാണ്. ആൻഡ് ഐ ഹൈലി റെക്കമെൻഡ് ദിസ് വൺ. ദ നെക്സ്റ്റ് കാറ്റഗറി ഈസ് ത്രില്ലർ. അപ്പോൾ ത്രില്ലറിലുള്ളത് ഫ്രീഡ മെക്ഫാഡൻ്റെ ഹൗസ് മെയ്ഡ് സീക്രട്ട് ആയിരുന്നു. സോ ഹൗസ് മെയ്ഡാണ് ഫസ്റ്റ് ബുക്ക് അതിൻ്റെത്. അപ്പോൾ അതിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാനുണ്ടാവും. ഇതിൽ മെയിൻ ക്യാരക്ടർ മില്ലി ഒരു മെയ്ഡാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ജോബ് നഷ്ടപ്പെടും. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഗാരിക് എന്ന് പറഞ്ഞൊരു ഫാമിലി അവൾക്ക് ജോബ് കൊടുക്കുന്നത്. ഗാരിക്ക് പറഞ്ഞ പോലെ എല്ലാ ഡ്യൂട്ടീസും അവൾ കൃത്യമായി ചെയ്യും. ബട്ട് അവൾ ഇതുവരെ അവരുടെ വൈഫിനെ കണ്ടിട്ടില്ല. അപ്പോൾ ആ വൈഫിനെ ഒരു റൂമിലാണ് അടച്ചിട്ടിരിക്കുകയാണ്. ആൻഡ് അവൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. മെഡിക്കൽ ഇഷ്യൂസും മെൻ്റൽ ഇഷ്യൂസും ഒക്കെ ഉണ്ട്. സോ അത് കാരണം പൂട്ടിയിട്ടിരിക്കുകയെന്നാണ് ഗാരിക്ക് പറയുക. അങ്ങനെയാണ് അവൾ ഈ ഒരു സ്ത്രീയെ കാണുന്നതും അവൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിയുന്നതും അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങുന്നതൊക്കെ. സോ അതാണ് pretty much the plot, but I really enjoyed it. കാരണം ഞാൻ ഹൗസ് മെയ്ഡ് വായിച്ച സമയത്ത് എനിക്ക് മില്ലിനെ അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. മില്ലി ഒരു ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ളൊരു വുമണായി എനിക്ക് തോന്നിയിരുന്നു. ലൈക്ക് എന്താ പറയുക, റിച്ച് ആൾക്കാരെ പൂർ ആൾക്കാർ പുച്ഛിക്കുമല്ലോ. ലൈക്ക് യു ആർ റിച്ച്, അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു. അതുപോലെ മില്ലി ഭയങ്കര റൂഡായി എനിക്ക് തോന്നിയിരുന്നു. ബട്ട് ഇതിൽ മില്ലി കുറച്ചും കൂടെ പോളിഷ്ഡാണ്. എന്താണെന്നറിയില്ല, കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെറേറ്ററാണ്. അവളുടെ ആ ഒരു ബ്രൂട്ടൽ സെൽഫ് ഞാനിപ്പോൾ കാണുന്നേ ഇല്ല. ആൻഡ് ഈ ബുക്കിൽ ഐ റിയലി എൻജോയ്ഡ് മില്ലി. അപ്പോൾ അതുപോലെ ഇതിൻ്റെ എൻഡിങ്ങും ഞാൻ പ്രതീക്ഷ പോലൊന്നും ആയിരുന്നില്ല. ഹൗസ് മെയ്ഡ് എനിക്ക് ഈസിലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ഇതിലും ഫസ്റ്റത്തെ പ്ലോട്ട് ട്വിസ്റ്റ് ഈസിലി ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാം. ബട്ട് ദെൻ ദ പ്ലോട്ട് ട്വിസ്റ്റ് keep on coming and that was really nice. So I really enjoyed this. മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇത് ഒറ്റ ദിവസം കൂടെ വായിച്ചു തീർത്തത് ബിക്കോസ് ഇറ്റ്സ് സോ ഈസി ടു റീഡ്. യൂഷ്വലി ഫ്രീഡ മെക്ഫാഡൻ്റെ ബുക്സൊക്കെ ഭയങ്കര പോപ്കോണിയാണ്, പെട്ടെന്ന് തന്നെ വായിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആയിരുന്നു ഇതും. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദിസ് വൺ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഞാൻ പ്രതീക്ഷ പോലെയല്ല, ഒന്നാമത് ലോ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് വായിച്ചത്. അതുകൊണ്ടായിരിക്കാം ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. The next one is Sci-Fi in the Lives of Puppet by T.J. Klune. ഓക്കെ, അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വേൾഡ് വേർ ഹ്യൂമൻസ് ഒന്നുമില്ല, റോബോട്ട്സ് ആണുള്ളത്. ബിക്കോസ് ഹ്യൂമൻസ് പണ്ട് കാലത്ത് ഹ്യൂമൻസ് ഒരുപാട് റോബോട്ട്സിനെ ഉപദ്രവിച്ചപ്പോൾ റോബോട്ട്സ് അവർ തിരിച്ച് അറ്റാക്ക് ചെയ്തു, ഹ്യൂമൻസിനൊക്കെ വൈപ്പ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ റോബോട്ട്സ് മാത്രമേ ഉള്ളൂ. ഹ്യൂമൻ എവിടെയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ വന്ന് അറ്റാക്ക് ചെയ്യും.
റോബോട്ട്സ്. അപ്പോൾ ഒരു കാട്ടിൽ ഭയങ്കര സെക്യൂർഡ് ആയിട്ട് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞു വീട്, ആ കുഞ്ഞു വീട്ടിലാണ് ജിയോവാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോബോട്ട് താമസിക്കുന്നത്. അങ്ങനെയാണ് ജിയോവാണിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഹ്യൂമൻ ബോയിനെ കിട്ടുന്നത്. ആൻഡ് ഹിസ് നെയിം ഈസ് വിക്ടർ. അങ്ങനെ ഇവർ രണ്ടുപേരുടെ അവർ ഫാദറും മകനും പോലെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്ക്രാപ്സ് കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലമുണ്ട് ഇവർ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ആ സ്ക്രാപ്സ് എന്നാണ് ഇവർക്ക് പിന്നെ ഒരു റോബോ ക്ലീനർ കിട്ടുന്നത്, അതുപോലെ ഒരു നേഴ്സ് പോലത്തെ ഒരു റോബോട്ടിന്. ഇവർ 4 പേരും ഭയങ്കര ഒരു ഫാമിലി പോലെയാണ് താമസിക്കാറ്. ലൈക്ക് ഇറ്റ്സ് സോ ഗുഡ് അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്. സഡൻലി ഇവിടെ ഒരു ഹ്യൂമൻ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് റോബോട്ട്സ് ടൗണിൽ നിന്ന് വരും. അപ്പോൾ ജിയോവാണി ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിയോവാണി കീഴടങ്ങും. ആൻഡ് അവർ ജിയോവാണിനായിട്ട് പോവും സിറ്റിയിലേക്ക്. അങ്ങനെ ആ ഒരു റോബോട്ട് ഫാദറിനെ തെരഞ്ഞു പോകുന്ന ഒരു ഹ്യൂമൻ ബോയുടെ സ്റ്റോറിയാണിത്. സോ ഞാൻ ഈ ഒരു ഓഥറിൻ്റെ ഹൗസ് ഇൻ സെറിലിയൻസി വായിച്ചപ്പോഴും എനിക്ക് ഇതേ ഒപ്പീനിയൻ ആയിരുന്നു. ഇറ്റ് വാസ് സോ കോസി, സോ ഇമോഷണൽ. ലൈക്ക് ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് തോന്നും. അങ്ങനത്തെ ബുക്കായിരുന്നു. സോ ഒരു ഫ്രെഡറിക് ബാക്ക്മാൻ്റെ ബുക്കിൻ്റെ ഒക്കെ ഒരു വൈബ്, അതേ ഒരു ഫീലിംഗ് ആണ് എനിക്കിത് വായിച്ചപ്പോഴും കിട്ടിയത്. ഈവൻ ദോ സൈഫൈ ആണെങ്കിലും അധികം കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു സിമ്പിൾ സ്റ്റോറി, ബട്ട് ഇറ്റ് ഹാവ് റോബോട്ട്സ്, അത്രയേ ഉള്ളൂ. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഐ റിയലി എൻജോയ്ഡ് ദാറ്റ് വിക്ടർ ആൻഡ് ജിയോവാനീസ് റിലേഷൻഷിപ്പ്. അതുപോലെ അതിലൊരു റോബോ ക്ലീനർ ഉണ്ട്, ഒരു വാക്യൂം ക്ലീനർ പോലത്തെ ഒരു റോബോ ഉണ്ട്. ആൻഡ് ഹി വാസ് സോ ഫണ്ണി. ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ ശരിക്കും ചിരിച്ചൊക്കെ പോവും. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡ്രാമറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ട്രൈ ദിസ് വൺ. The next category is romance. അപ്പോൾ റൊമാൻസിൽ വിൻ ചെയ്തത് എമിലി ഹെൻറിയുടെ ഹാപ്പി പ്ലേസ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. സോ ഹാപ്പി പ്ലേസ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. കാരണം ഞാൻ പൊതുവേ റൊമാൻസുമായിട്ട് ക്ലിക്ക് ആവാറില്ല. ബട്ട് ഈ എമിലി ഹെൻറിയുടെ ബുക്സ് ഞാൻ മന്ത്സിനെ വയൽ എടുക്കാറുണ്ട്. ഐ റിയലി എൻജോയ് ഹർ ബുക്സ്. അപ്പോൾ ഇത് ഐ തിങ്ക് എമിലി ഹെൻറി എഴുതിയ എല്ലാ ബുക്സിൽ വെച്ച് നോക്കുമ്പോൾ ഇതായിരുന്നു എൻ്റെ കുറച്ചും കൂടെ ഫേവറേറ്റ്. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ ഹാരിയറ്റ് ആൻഡ് വിൻ. അപ്പോൾ ഇവരെല്ലാവരും ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലാണ്. അവർ നല്ല തിക്ക് ഫ്രണ്ട്സാണ്. 8 വർഷമായിട്ട് ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 6 months ബിഫോർ അവർ ബ്രേക്കപ്പ് ആവുന്നത്. അങ്ങനെ അവർ ബ്രേക്കപ്പ് ആയ ആ ഒരു ചൂടിൽ അവർ ഈ കാര്യം അവരുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടില്ല. ബട്ട് ഇപ്പോൾ അവരൊരു ഗെറ്റ് ടുഗദർ കൈൻഡ് ഓഫ് തിങ്ങിലാണ്. ആൻഡ് വൺ ഓഫ് ദ ഫ്രണ്ട് മാരീഡ് ആവാൻ പോവാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി കൂടുന്ന സമയത്ത് ഇവർ അഭിനയിക്കുകയാണ്. ലൈക്ക് അവർ ബ്രേക്കപ്പ് ആയിട്ടില്ല എന്നുള്ള രീതിയിൽ. ആൻഡ് ദെൻ ഫെയ്റ്റ് ബ്രിങ്സ് ദം ടുഗെദർ. അതാണ് സ്റ്റോറി. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദ ബാൻഡർ. അതുപോലെ അവർ തമ്മിലുള്ള ഇപ്പോഴും അവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ ദേ ആർ ലോങ്ങിങ് ഫോർ ഈച്ച് അതർ. അപ്പോൾ ആ ഒരു യേൺ അല്ലെങ്കിൽ ആങ്സ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ബുക്കിൽ. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദാറ്റ്. ഇഫ് യു വോണ്ട് ടു ഹാവ് എ ലൈറ്റ് റീഡ്, ലൈക്ക് ഒരുപാട് ഫാൻറ്റസി അല്ലെങ്കിൽ ത്രില്ലേഴ്സ് ഒക്കെ വായിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള റീഡ് വേണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ് വൺ. The next category is horror. Horror win ചെയ്ത ബുക്കാണ് ഹോളി ബൈ സ്റ്റീഫൻ കിങ്. സോ ഐ തിങ്ക് ഐ റിയലി എൻജോയ്ഡ് ദിസ് ബുക്ക്. ഇതൊരു ഹൊറർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതിൽ കാനബലിസം വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം ഇത് ഹൊറർ കാറ്റഗറിയിൽ വേണമെങ്കിൽ. ബട്ട് ഇതൊരു ഹൊറർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ത്രില്ലർ, ഒരു ഇൻവെസ്റ്റിഗേഷൻ കൈൻഡ് ഓഫ് ബുക്കാണ്. ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ഹോളി. അവളൊരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്കൊരു മിസ്സിങ് കേസ് കിട്ടുന്നത്. അപ്പോൾ അവളാകെ അവളുടെ മദർ മരിച്ചിട്ടുള്ള ഒരു ഗ്രീഫ്, കോവിഡ് സമയമാണ്, അവളുടെ മദർ മരിച്ചത് കോവിഡ് കാരണമാണ്. അപ്പോൾ അവൾ ആ ഒരു ഗ്രീഫിലാണ്. പക്ഷെ അവൾക്ക് ഈ ഒരു മിസ്സിങ് കേസിൽ കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റഡ് ആവും. ആൻഡ് അവൾ അത് ഡിഗ് ചെയ്യാൻ നോക്കുകയാണ്. സോ അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം ആരാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. ആസ് എ റീഡർ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ അറിയാം. ബട്ട് ഇറ്റ് ടേക്സ് ടൈം ഫോർ ഹെർ ടു ഫിഗർ ഇറ്റ് ഔട്ട്. അപ്പോൾ അങ്ങനെയാണ് സ്റ്റോറി പോകുന്നത്. സോ 60+ ഏജുള്ള ഒരു ഫാമിലി, തീരെയും സസ്പീഷ്യസ് അല്ലാത്ത രീതിയിലാണ് അവർ
കൊലപ്പെടുത്തുന്നത്. ഒരുപാട് കാനബലിസം ഇൻവോൾവ് ആണ്. സോ അതൊക്കെയാണ് പ്രിറ്റി മച്ച് ദ സ്റ്റോറി. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. കാരണം ഒരു ത്രില്ലർ പോലെ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ പോലെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ഫോറൻസിക്സ് അതുപോലെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി ഓരോന്ന് ക്യാച്ച് ചെയ്തിട്ടൊന്നുമല്ല പിടിക്കുന്നത്. ലൈക്ക് ഒരു പഴയ രീതിയിലാണ് ആ ഒരു പോലീസ് അന്വേഷണം പോകുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ എന്താ പറയുക, ഇറ്റ് ടേക്സ് ടൈം. ഒരു സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇറ്റ് ടേക്സ് ടൈം ഫോർ ഹെർ ടു ഫിഗർ ഇറ്റ് ഔട്ട് ഈച്ച് ആൻഡ് എവറി ആങ്കിൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹൊറർ ബുക്കായിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. സ്റ്റീഫൻ കിങ്ങിൻ്റെ റൈറ്റിംഗ് ഒരുപാട് മാറ്റമുണ്ട്. ലൈക്ക് പഴയ ബുക്സ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു മോഡേൺ റൈറ്റിംഗ് കുറച്ചും കൂടെ നമുക്കൊക്കെ സെറ്റ് ആവാൻ പറ്റിയൊരു റൈറ്റിംഗ് ആണ്. കൂടുതൽ ആ ബ്ലാബറിങ് കൈൻഡ് ഓഫ് റൈറ്റിംഗ് അല്ല. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദാറ്റ്. ദിസ് വാസ് എ വിൻ. ബട്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബിക്കോസ് മേ ബി ഇതിനേക്കാൾ ഹൊറർ ആയിട്ടുള്ള ബുക്സ് വേറെയും ഉണ്ടാവും. ദിസ് ഈസ് ആൻ എക്സെപ്ഷണൽ ബുക്ക്. ബട്ട് അറ്റ് ദ സെയിം ടൈം വേറെ ബുക്സ് വെച്ച് നോക്കുമ്പോൾ ഐ ഡോണ്ട് നോ. So the next category is historical fiction. I really enjoyed this book. This was a complete 5-star book for me. Literary fiction, like a woman's fiction plus historical fiction plus a borderline mystery. So ഇതെല്ലാം കൂടി ഉണ്ടാവുന്നതിന് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു ബുക്കാണ്. ഐ ന്യൂ ഗോയിങ് ഇൻ ടു ഇറ്റ് ഇത് എൻ്റെ ഒരു കൈൻഡ് ഓഫ് ബുക്കാണെന്ന്. ബിക്കോസ് ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു കവറിൽ തന്നെ ഉണ്ട് ആ ഒരു തീം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിറ്റററി ഫിക്ഷൻ, ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ബുക്സ് ഒക്കെ. ആ ഒരു എൻ്റെ തീമിനോട് കംപ്ലീറ്റ്ലി മാച്ച്ഡ് ആയ ഒരു ബുക്കായിരുന്നു. സോ ഇതിൽ 3 പോയിന്റ് ഓഫ് വ്യൂസ് ആണ് വരുന്നത്. ഒന്ന് ആൽത്ത എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ആൽത്തയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നടക്കുന്നത് എന്താ വെച്ചാൽ, അവളെ ഒരു മേർഡറിന് വേണ്ടിയിട്ട് അവളൊരു സസ്പെക്റ്റ് ആണ്. സോ അവളെ കോർട്ടിലേക്ക് കൊണ്ടുപോവാണ് വിചാരണയ്ക്ക് വേണ്ടിയിട്ടൊക്കെ. സോ അതൊക്കെയാണ് ആൽത്തയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നടക്കുന്നത്. ഇനി വയലറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ, വയലറ്റ് ചെറിയൊരു 15 വയസ്സായ പെൺകുട്ടിയാണ്. സോ അവളുടെ ഫാദറിന് അവളെ കല്യാണം കഴിച്ചു വിടണം. അവളുടെ ഫാദർ പറഞ്ഞിട്ടുള്ള അറിവേ അവൾക്ക് അവളുടെ അമ്മയെ പറ്റിയിട്ട് അറിയുള്ളൂ. അപ്പോൾ അവളുടെ അമ്മ കുറച്ച് ഇവളുടെ പോലെ കുറച്ചൊരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. സോ അത് കാരണം തന്നെ അവൾക്ക് ക്യൂരിയസ് ആയി, ലൈക്ക് എന്തുകൊണ്ടാണ് എന്നെ എല്ലാവരും അമ്മയോട് സിമിലർ ആയിട്ട് വിശേഷിപ്പിക്കുന്നത്. സോ വാട്ട് ഈസ് സിമിലർ ബിറ്റ്വീൻ അസ്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി അവളിൽ വരികയാണ്. ആൻഡ് ദെൻ ഷീ ഈസ് ഫൈൻഡിങ് ഔട്ട്. അതാണ് വയലറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇനി നെക്സ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ് കേറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. കേറ്റ് ഒരു 2010-2009 ആ ഒരു കാലഘട്ടത്തിലാണ്. അവളുടെ ഹസ്ബൻഡ് ഒരു അബ്യൂസറാണ്. സോ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് അവൾക്ക് ഇൻഹെറിറ്റ് ആയ ഒരു കോട്ടേജ്, വേവോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടേജിലേക്ക് അവൾ രക്ഷപ്പെട്ട് പോവാണ്. അവർ 3 പേരും ഇൻസെക്ട്സിനോട് ഭയങ്കരമായിട്ട് ഫാസിനേറ്റഡ് ആണ്. ലൈക്ക് ക്രോസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബഗ്സ്, അതിനായിട്ടൊക്കെ ഭയങ്കര ഫാസിനേറ്റഡ് ആണ് 3 പേരും. സോ അതാണ് അവരുടെ ആ ഒരു കണക്ഷൻ. ലൈക്ക് അവരെല്ലാം വേവോർഡ് ഫാമിലിയിലുള്ള പെൺകുട്ടികളാണ്. സോ അവരൊക്കെ വിച്ചസ് ആണ്. സോ അത് അവർക്ക് അറിയില്ല, പക്ഷെ അവരൊക്കെ വിച്ചസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അതിനായിട്ട് ഫാസിനേറ്റഡ് ആയിട്ടുള്ളത്. ബുക്കിൽ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലുള്ള വുമണിനെ എഗെയിൻസ്റ്റ് ഉള്ള ആണുങ്ങളെ ഡിഫീറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ബുക്കാണ്. സോ ദാറ്റ്സ് വൈ അതുകൊണ്ടാണ് ഇത് ഞാൻ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ കാരണം. ബിക്കോസ് ആ വുമണിൻ്റെ ലൈഫിലുള്ള ആണുങ്ങൾ കാരണം അവർക്ക് നല്ലൊരു ലൈഫില്ല. സോ ദേ ആർ കൈൻഡ് ഓഫ് ഡിഫീറ്റിംഗ് ദം. ആൻഡ് അവരുടെ ആ ഒരു വിൽ പവർ, അവരുടെ ആ സ്ട്രെങ്ത്, ഐ റിയലി എൻജോയ്ഡ് ദാറ്റ്. ഫ്രഷ് ബ്രീത്ത് ഓഫ് എയർ ആയിരുന്നു. ബിക്കോസ് ആൻഡ് നിങ്ങൾക്കിത് മനസ്സിലാവണമെന്നില്ല, ദിസ് ഈസ് മൈ കൈൻഡ് ഓഫ് ബുക്ക്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി സിങ്ക് ആവാൻ കാരണം. Next category is memoir, which is Britney Spears. അപ്പോൾ ഇത് ബ്രിട്നി സ്പിയേഴ്സ് അവളുടെ ലൈഫിൽ നിന്ന് എടുത്ത് എഴുതിയ ഒരു മെമോയറാണ്. സോ ഇരുട്ടായി ലൈറ്റൊക്കെ ഇടേണ്ടി വന്നു. അപ്പോൾ ബ്രിട്നി സ്പിയേഴ്സിനെ അറിയണ്ടാവില്ലേ, ഷീസ് ഒരു സിംഗർ ആയിരുന്നു. ഞാനൊക്കെ എൻ്റെ ടീനേജ് സമയത്ത് കേട്ടിരുന്നു അവളുടെ സോങ്സ് ഒക്കെ. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് TBRൽ ആഡ് ചെയ്ത്. ദിസ് വാസ് സോ ഇമോഷണൽ. ലൈക്ക് ബ്രിട്നി സ്പിയേഴ്സ് നേരിടേണ്ടി വന്ന കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ശരിക്കും സഫക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. സോ
ബ്രിട്നി സ്പിയേഴ്സ് ഒരു ടോക്സിക് ഫാമിലിയിലാണ് വളർന്നത്. അധികം റിച്ച് ഒന്നല്ല, ബിൽസൊക്കെ പേ ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഫാമിലിയിൽ. ആൻഡ് കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് അവളുടെ സിംഗിങ്ങിനോടുള്ള പാഷൻ അവൾ മനസ്സിലാക്കിയിട്ട് അവളെ അതിന് എൻകറേജ് ചെയ്യാൻ തുടങ്ങും അവളുടെ മദറൊക്കെ. ആൻഡ് അവൾ ആ ഒരു ഫീൽഡിൽ കുറച്ച് ചുവട് വെച്ച് നല്ല ഒരു സിംഗർ ആവണം. അങ്ങനെ അവൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അങ്ങനെ അത് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് അവൾ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരികയാണ് ബൈ മീഡിയ. കാരണം ഈ ഒരു ഫെയിം കാരണം ഈവൻ ദോ അവൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഫെയിം കാരണം അവൾ കോണേർഡാണ്. ഓരോ കോണറിലും പേപ്പറാസിൽ നിന്ന് അവളുടെ കുറേ ഫോട്ടോസ്, അതുപോലെ ബോഡി ഷെയ്മിങ്, അവളേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, മീഡിയയുടെ ബുള്ളിങ് ഒക്കെ അവൾ അനുഭവിക്കും. ആൻഡ് അവൾക്ക് പുറത്തിറങ്ങാൻ പോലും ഒരു മടിയുള്ള ഒരു സിറ്റുവേഷൻ അവൾക്ക് ഉണ്ടാവുകയാണ്. ഒരുപാട് ഓക്വേർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ആൾക്കാർ കോർണർ ചെയ്തിട്ട് അവളെ ഫോട്ടോസ് എടുത്തിട്ട് മീഡിയയിൽ ഇട്ടിട്ടും ആൻഡ് തുടർന്ന് അവളുടെ പിന്നെയുള്ള മാരേജും അതിലുള്ള ഡിവോഴ്സും അത് കാരണം അവൾക്ക് അവളുടെ കുട്ടിയുടെ കസ്റ്റഡി കിട്ടാത്തതും. സോ ഒരുപാട് കാര്യങ്ങൾ അവളുടെ ലൈഫിൽ ബുദ്ധിമുട്ടാക്കി. ആൻഡ് അവളുടെ പാരൻസ് ആയിരുന്നു അതിന് മെയിൻ കാരണം. അവർക്ക് വേണ്ടത് അവളുടെ പൈസയായിരുന്നു. സോ അവരൊക്കെ എന്താ പറയുക, അവളെ ഇട്ട് കൊടുക്കുമായിരുന്നു മീഡിയക്ക്. ലൈക്ക് അവരെന്നെ പറയായിരുന്നു ലൈക്ക് ഷീ ഈസ് ക്രേസി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളവരും അത് എടുത്ത് പാടുമല്ലോ. സോ അങ്ങനെ അവളെ മീഡിയക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. ആൻഡ് അവരെന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ട് ലൈക്ക് അവളെ ഒരു എന്താ പറയുക, ഒരു ഈവൻ ആസ് എൻ അഡൽട്ട് അവൾക്ക് അവളുടെ ലൈഫിൽ ഒരു തുള്ളി പോലും കൺട്രോൾ അവർ കൊടുത്തിട്ടില്ല. ലൈക്ക് അവരായിരുന്നു കംപ്ലീറ്റ്ലി അവളെ ഒരു അഡൾട്ടായിട്ടും കൺട്രോൾ ചെയ്തിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് സോ പെയിൻഫുൾ ടു റീഡ്. ശരിക്കും പറഞ്ഞാൽ ഐ റിയലി എൻജോയ് ദിസ് മെമ്മോയർ. ഒരു ഭയങ്കരമായിട്ടൊരു നോൺ ഫിക്ഷൻ പോലെ ഫീൽ ചെയ്തതോ ഇല്ല, ഭയങ്കര ഈസി ആയിട്ടുള്ള റീഡിങ് ആയിരുന്നു. ഒരു വുമൺ ടു വുമൺ ദിസ് വാസ് എ റിയലി ഗുഡ്. ലൈക്ക് അവള് നേരിട്ട കാര്യങ്ങളൊക്കെ വായിക്കാൻ ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. highly recommend this one. So this was a win for me. I really enjoyed it. It was like close to 5 stars. നല്ല ബുക്സ് ഞാൻ ഈ ഒരു ഗുഡ് റീഡ് ചോയ്സ് അവാർഡിൻ്റെ വിന്നേഴ്സ് ആയിട്ട് വായിച്ചപ്പോൾ എനിക്ക് കിട്ടി. ഒന്നുപോലും എനിക്ക് അത്രയും ലോവർ റേറ്റിംഗിൽ വന്നിട്ടില്ല. എല്ലാം തന്നെ 4 to 5 ആൻഡ് ഐ വാസ് സോ അമേസ്ഡ്. കാരണം അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ 2022 അവാർഡ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൽ തന്നെ ചിലതെനിക്ക് 2 സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദിസ് വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി എന്താ പറയുക 4 above ആണ്. ആൻഡ് ദാറ്റ്സ് വാട്ട്. ഇതൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ബുക്സ് ആണ്. സോ ദേ ആർ പോപ്പുലർ ഫോർ എ റീസൺ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാ കൊല്ലം വായിക്കുന്നത്. ആൻഡ് ഐ ആം റിയലി ഗ്ലാഡ്. ഐ ആം സോ ഹാപ്പി ഐ റെഡ് ദിസ്. ആൻഡ് ഇതേപോലെ ഞാൻ നെക്സ്റ്റ് ഇയറും ചെയ്യും. ബട്ട് കുറച്ച് നേരത്തെ ചെയ്യാൻ നോക്കും. നോട്ട് ലൈക്ക് ആ ഒരു ഇയർ കഴിയാൻ നേരത്ത് വെക്കാതെ. സോ that's all about the video. I will see you with another video. Till then, bye bye and take care.